വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ചിക്കൻ കപ്സയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നെയ്യിലേക്ക് സ്പൈസസും സവോളയും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് മസാലപ്പൊടികളും ചേർത്ത് 2 തക്കാളി അരച്ചതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബും പാകത്തിന് ഉപ്പും ചേർത്ത് ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ചിക്കൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ക്യാപ്സിക്കവും ചേർത്ത് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ഈ ഒരു ചിക്കൻ ഇതിൽ നിന്നും മാറ്റാം. എന്നിട്ട് ഒരു 2-3 തവി ഗ്രേവി കൂടെ മാറ്റാം കേട്ടോ. ഇനി ചോറ് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി കൂടെ അളന്നിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 മണിക്കൂർ കുതിർത്ത് വെച്ച സെല്ല റൈസും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് 40 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറ്റൽമുളക്, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ മിക്സ് ചെയ്ത് ഇതിന്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡും മൊരിപ്പിച്ചെടുത്ത് 2 സൈഡിലും ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മൊരിപ്പിച്ചെടുത്ത ശേഷം റൈസിന്റെ മുകളിൽ ഇത് നിരത്തി വെച്ച് കൊടുത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. നല്ല അടിപൊളി ചിക്കൻ കപ്സ റെഡി. ഉണ്ടാക്കി നോക്കണേ.